രൂപാന്തരം പ്രാപിക്കാനുള്ള ദൈവിക നിയോഗത്തെ ശുശ്രൂഷ ജീവിതത്തിന്റെ ധന്യത വഴി ശ്രേഷ്ഠമാക്കിക്കൊണ്ട് സ്ഥാപക പിതാവിന്റെ അനുസ്മരണയെ നമുക്കും ലോകം മുഴുവനുമായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ജോസ് പ്രകാശിച്ചനെയും സഹകാർമ്മികരായ ബഹുമാനപ്പെട്ട ജിയോച്ചനെയും റോബിനച്ചനെയും ഡീക്കന്മാരെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർമ്മവീതികളെയും ബലിക്കലിനോട് ചേർത്ത് സമർപ്പിക്കാം. കൃപയുടെ അരുവിക്കരികെ ഹൃദയം നിറയെ നന്ദിയുടെ വസന്തഗാനം പാടിക്കൊണ്ട് വിശ്വാസപൂർവ്വം നാം അണയുമ്പോൾ സ്ഥാപക പിതാവ് പകർന്നു തന്ന നന്മയുടെ തിരുനാളങ്ങൾ സ്വീകരിച്ച് തിരുസഭയ്ക്കും ലോകത്തിനും മുമ്പിൽ പ്രചോദനമായി സാക്ഷ്യമായി ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഈ തിരുപൂജയിൽ ഒരു മനമോടെ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ശ്രീവാചുമരത്തിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ബലിപീഠത്തിൽ നിന്ന് എടുക്കപ്പെടുന്ന ശ്രീവ ജനത്തിന്റെ മധ്യയിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ ഭൂമിയിലുടനീളം അവൻ നടന്നുപോയി. ആരൊക്കെ അവനെ സ്പർശിച്ചുവോ, ആരെയൊക്കെ അവനെ സ്പർശിച്ചുവോ അവരെല്ലാം സൗഖ്യമുള്ളവരായിട്ട് മാറി. കർത്താവിനെ തൊടുന്നവർ മുഴുവനും അനുഗ്രഹം പ്രാപിച്ചു. ആരൊക്കെ കർത്താവ് തൊട്ടോ അവരെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ശ്രീവാന്റെ ചുമതല ബലിപീഠത്തിൽ വെച്ചിരിക്കുന്ന ശ്രീവായുമായിട്ട് ഈ വൈദികരുടെ പക്കലേക്ക് വരുമ്പോൾ അതിനെ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാം, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ തുടരണമെന്ന്. ഏതെങ്കിലും നിരന്തരമായ രോഗപീഠകളുള്ളവർ, ഏതെങ്കിലും വിശ്വാസത്തിന്റെ കുറവുകളുള്ളവർ, ഈശോയുടെ വിശുദ്ധ കുരിശിലേക്ക് തൊട്ടുത്തനായ ഈശോയുടെ പ്രതിരൂപമായ ശ്രീവാനിലേക്ക് തൊട്ടി പ്രാർത്ഥിക്കും. എന്റെ കർത്താവെ, വിശ്വാസ കുറവ് മാറ്റണമേ, രോഗം മാറ്റണമേ, തിന്മകളിൽ നിന്ന് ഞങ്ങൾ അകറ്റണമേ എന്ന് എളിമയോടുകൂടി പ്രാർത്ഥിച്ച് ഈ ശ്രീവാചുമരത്തിന്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധികാരി
കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് തിരുവചനമായതാണ്. ഈശോ പറഞ്ഞു വെച്ചത് ദൈവവചനം എങ്ങനെയാണ് പറയുന്നത്? എന്റെ വചനം അഗ്നിപോലെയും പാറയെ തകർക്കുന്ന കൂടപ്പോലെയുമല്ല എന്നത്. ഈശോയെ രണ്ട് വിധത്തിലാണ് വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നത്. ഒന്നാമത്തെ ഈ പീഠത്തിൽ നിന്നും, രണ്ടാമത്തെ ബലിപീഠത്തിൽ നിന്നും. ഇത് നാം സ്വീകരിക്കുന്ന ഈശോയെയാണ് സ്വീകരിക്കുന്നത്. ആദ്യമായി വചനത്തിലൂടെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ക്ലാസ്സക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വചനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമം അതിനു ശേഷം ദൈവത്തെ ആരാധിച്ച് പുകഴ്ത്തിപ്പാടുന്നു. രണ്ടാമത് ഓരോ വചനത്തിന്റെയും ലേഖനത്തിന്റെ സമയത്ത് അതിനൊരു വ്യാഖ്യാന ഗീതം, എന്താണ് ഇവിടെ വായിക്കാൻ പോകുന്നത് എന്നതിന്റെ വ്യാഖ്യാന ഗീതം പാടുന്നു. സുവിശേഷത്തിന് മുമ്പ് ഇതെന്താണ് എന്ന സുവിശേഷത്തിലൂടെ പറയാൻ പോകുന്നത് എന്നത് വ്യാഖ്യാന ഗീതത്തിലൂടെ ഓർമ്മിപ്പിക്കും. അത് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് തിരുവനന്തപുരം നമുക്ക് ശ്രമിക്കാം. പ്രവാസിന്റെ പുസ്തകത്തിലുള്ള വായന അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ബെഞ്ചമിൻ ദേശത്ത് അനാഥത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹില്ക്കിയായുടെ മകൻ സെറമിയായുടെ വാക്കുകൾ. യൂദാ രാജാവായ അമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം സെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കീമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദേക്കിയായുടെ ഭരണത്തിന്റെ 11-ാം വർഷം 5-ാം മാസം ജെറുസലേം നിവാസികൾ നാടുകടത്തപ്പെടുന്നവരെയും അവന് കർത്താവിന്റെ വചനം ധരിച്ചു കൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപ നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനത്തിലൊക്കെ പ്രവാസികനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് വിളിച്ചു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് എന്ന് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ നിന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയുവാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പടുത്തുയർത്താനും നട്ടുവളർത്താനും വേണ്ടി എന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും നിന്നെ ഞാൻ അവലോകിച്ചിരിക്കുന്നു. അങ്ങയുടെ ജീവിതാലയത്തെയും അങ്ങയുടെ മദ്രസകളും ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയെ ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുകയും നന്മയെ മുറുകെ പിടിക്കുകയും നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുകയും തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ചൊലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുകയും പ്രത്യാശയിൽ സന്തോഷിക്കുകയും ക്ലേശങ്ങളിൽ സഹനശീലരാകുകയും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുകയും വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യമുള്ളവരായിരിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കാതല്ലാതെ ശ്രമിക്കരുത്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുകയും ഔചിത്യം വെടിഞ്ഞ് എളിമയുടെ പാതയിൽ പിന്തുടരുകയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുകയും ലോകത്തിന്റെ പ്രകാശമായ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു.
ജീവിത ദർശനവും അനുസരിച്ച് സമൂഹത്തെ കാലാവസ്ഥ നയിക്കാൻ ആവശ്യമായ
സംരക്ഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനമായ ജനം മുഴുവന്റെയും കടന്നുമതിക്കും അവരുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രസംഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മൂന്ന് വീതം 12 പ്രാവശ്യം 4 ദിക്കിലേക്ക് നോക്കി പരിശുദ്ധാത്മാവിനെ 4 ദിക്കിൽ നിന്നും ആത്മാവിന് വലിയ അഭിഷേകത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൃശ്യവുമായ സകലഭക്തകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുയർന്നപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുയർന്നപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവനടയാത്താൽ മുദ്രരാവുകയും ചെയ്തവർ ഭക്തിയോടും
മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞുപോയ പാത്രികന്മാർ, മേധാവിമാർ, മെത്രാന്മാർ, പുരോഹിതർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റു ജീവിതാവസ്ഥയിൽപ്പെട്ട പുരോഹിതർക്കും പ്രത്യേകിച്ച് ജോൺ അച്ഛന് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പ്രതികാരക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചപ്പോൾ ഞങ്ങളെ സുഖധരിക്കുകയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു ശുദ്ധീകരിച്ചു ഞങ്ങളെ ബുദ്ധിക്കുന്ന പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥനയും സമാധാനത്തോടെ വലിയ പ്രത്യാശയും നിന്നെ സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് സുരക്ഷായെക്കുറിച്ച് നിരന്തരം രക്ഷിക്കപ്പെട്ട സമയത്ത് സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. എനിക്കറിയാവുന്ന കടങ്ങളും പാപങ്ങളോട് കൊടുക്കണമേ. ശുശ്രൂഷകളെ സുഗന്ധപൂർണ്ണമാക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് സ്പർശവും അവരുടെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചനമായ ഈ തിരുശരീരങ്ങളെയും കൊണ്ട് പരിമളപൂരിതമാക്കണമേ. അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാണെന്നു ഞങ്ങൾ തീർത്ഥം അയോഗ്യരാണെന്നു എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദാനം ദൈവവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവവാനുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. Shri
പരീക്ഷിക്കുന്നതിന്റെ ലോകത്തെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മളെല്ലാവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും മൂലമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാഗ്രഹങ്ങളെ സമീപിക്കാം. അനന്തം നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവം സ്മരിക്കുകയും ഉദ്ധാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുള്ളാകുന്ന ശരണതയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിന്റെ വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുകയും ചെയ്യാം. യോസിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിലും ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം. സമാധാനത്തോടുകൂടെ സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ എപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശുദ്ധമായ പ്രാർത്ഥന ലഭിച്ചതോ വിശ്വാസത്തോടെ മുദ്രിക്കുവാനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സഹോദരൻ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാൻ അവിടുത്തെ രംഗം പാലം ചെയ്യാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും. മനുഷ്യവർദ്ധന പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ചെയ്തതായ ഹൃദയമായ കൃപാലവഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾ നന്ദി പറയുന്ന സമയത്ത് തന്നെ പ്രത്യേകമായിട്ട് ഞങ്ങൾ വിളിച്ചത് വിശുദ്ധ കുർബാനർപ്പിക്കാനായിട്ട് ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് സ്നേഹത്തോടെ അച്ഛൻ നന്ദി പറയുകയാണ്. എൻ്റെ കൂടെ സഹശുശ്രൂഷകരായിട്ടുള്ള ഓബിനച്ചനും ജീവച്ചനും എന്തോ ഒന്നെങ്കിലും പരിചയപ്പെട്ടെങ്കിലും വളരെ സന്തോഷമുള്ള നല്ല ചുവടുകൊടുക്കുന്ന നല്ല പുരുഷന്മാരെ അവരെയും ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മുടെ രണ്ട് ഡീക്കന്മാർ ഓബിനച്ചൻ MCBS ഭാഗമാണ് ബന്ധയിലാണ്. അച്ഛൻ CMI സഭയിലാണ് സാഗർ പ്രൊവിൻസിലെ വർക്ക് ചെയ്യുന്ന ഒരു അച്ഛനാണത്. ബഹുമാനപ്പെട്ട ഡീക്കൻ ജോസഫ് കറിയാൻ അദ്ദേഹവും MCBS അംഗമാണ്. വടക്കഞ്ചേരിയിലെ ഡീക്കൻ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിലൂടെ ഡീക്കൻ സെബിനാണ്. സെബിൻ ഡീക്കൻ ഓസ്ട്രേലിയയിലെ മെൽബൺ ഡയസിസിന് വേണ്ടി പഠിക്കുന്ന ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ വീട് പൂങ്കുന്നം, തൃശ്ശൂർക്കാരാണ്, പൂങ്കുന്നം നിലവാരക്കാരനാണ്. പ്രത്യേകമായിട്ട് ഇവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മാസങ്ങളിൽ പൂർണ്ണമായിട്ട് എല്ലാവരും വൈദികരും സംസ്കാരന്മാരും ഉള്ള ആശ്രമമാണ് നടത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചത്. ഏറെ സന്തോഷത്തോടെ പ്രത്യേകമായിട്ട് അദ്ദേഹം ജനറലമ്മയായ പ്രസിഡന്റിനെയും പ്രൊഫഷണൽമാരെയും പ്രത്യേകമായിട്ട് മറ്റുള്ള സിസ്റ്റേഴ്സിനെയും എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈശ്വര ആശീർവാദത്തിനാണ് പറയുന്നത്. ഒറ്റ കാര്യം ചോദിച്ചോടെ ഈ ആശീർവാദമാണ് വരുന്നത്, വിശുദ്ധ കുർബാനയാണ് വരുന്നത്. കുർബാനയാണ് വരുന്നത്, വിശുദ്ധ കുർബാനയാണ് വരുന്നത്, ആശീർവാദമാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന തിരുസഭയുടെ സ്വത്താണ്. തിരുസഭയുടെ ചങ്ക് പറിച്ചിട്ടാണ് വരുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ബലിപീഠത്തിൽ വരുന്ന വിശുദ്ധ കുർബാന ചങ്ക് പറിച്ചിട്ട് എന്റെയും നിങ്ങളുടെയും നാവിലേക്ക് ഈ തിരുസഭ മാതാവ് വെച്ച് തന്നിട്ട് അവസാനത്തെ റോങ്ങാണ് നമ്മളെ ഈ പ്രാർത്ഥനയാണ് നമ്മൾ നടത്തുന്നത്. ഈ പ്രാർത്ഥന കുരിശ് വരച്ച് മുദ്ര ചെയ്യൽ പ്രാർത്ഥനയാണ്. അത് ഈ അമ്മ കുർബാന നൽകിയതിന് ശേഷം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ മക്കളെ കൊണ്ടായി കളയുന്നു. ചുരുക്കം പറഞ്ഞാല് ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ്, ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് അമ്മ ഭക്ഷണം കൊടുത്ത് എല്ലാം ആക്കി തലകീരി മുട്ടുകുത്തി എന്നൊക്കെ സംഭവങ്ങളൊക്കെ കൊടുത്ത ശേഷം അവസാനം ഭക്ഷണം മാത്രം കയ്യിലേക്ക് കൊടുത്തിട്ട് വെള്ളം കൊടുത്തിട്ട് ഈ കുഞ്ഞിലേക്ക് വിടുന്നതിന് മുമ്പ് തല കവിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുഞ്ഞ് പോയിട്ട് വരണം, നോക്കി പോയിട്ട് വരണം. വഴിയിൽ പോകുമ്പോഴും പട്ടി ഉണ്ടാകും, പേപ്പട്ടി ഉണ്ടാകും, കുപ്പിച്ചിലുണ്ടാകും, ഇരുമ്പുണ്ടാകും, തുരുമ്പുണ്ടാകും, വണ്ടികൾ അപകടമായ രീതിയിൽ ഓടുന്നുണ്ടാകും. എന്റെ കൊച്ചു സൂക്ഷിക്കണേ, എന്റെ കൊച്ചൊന്ന് സൂക്ഷിച്ചേക്കണം, ഈ സൂക്ഷിച്ച് തിരിച്ചു വന്നേക്കണമേ എന്ന് ആഗ്രഹിച്ച് ഈ അമ്മ രാവിലെ 9 മണിക്ക് വിട്ടതിന് ശേഷം വൈകുന്നേരം 4 വരെ ഇങ്ങനെ വിതുപ്പി തടയലോടുകൂടി നിൽപ്പുണ്ടാവും ഈ കുഞ്ഞ് തിരിച്ചു വരുന്നവര്. അതുപോലെ തിരുസഭാ മാതാവ് തന്റെ ചങ്ക് പറിച്ചിട്ട് ഈശോയെ നൽകിയതിനു ശേഷം ഈ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, കുരിശ് വെച്ച് മുദ്ര ചെയ്തിട്ട് പറഞ്ഞു വിടുക, മോനെ നീ ഈശോയെ സ്വീകരിച്ചിരിക്കുന്നത്. യു ആർ ഗോയിങ് ഔട്ട്. നീ പുറത്തേക്ക് പോകുമ്പോൾ ഓർക്കണം, തിന്മയുണ്ട്, ലോകത്തിൻ്റെതായ കേടുപാടുകളുണ്ട്, ദുഷ്ടതകളുണ്ട്, പൈശാചിക ശക്തിയുണ്ട്, തിന്മയ്ക്ക് എല്ലാ വഴികളുണ്ട്, അപകടങ്ങളുണ്ട്. കുഞ്ഞ് ഈശോയെ മാത്രമാണ് കളയരുത്, ഈശോയെ മാത്രം സ്വീകരിച്ച് ഈശോയെ കളയരുത് എന്ന് ആഗ്രഹിച്ചത് സഭാമാതാവ് പറയുക. ഈ ബലിപീഠത്തിൽ നീ നാളെ കുർബാനയ്ക്ക് വരുന്നത് വരെ ഈ അമ്മ പഠിച്ചു കൊടുത്തിട്ടുണ്ട്. നെഞ്ചു പിടച്ച് നമുക്ക് വേണ്ടി കാണുന്നുണ്ട്. നമുക്ക് കരങ്ങൾ കൂട്ടി ഈ ആശീർവാദം പ്രാർത്ഥിക്കാം. ഇത് സഭയാണ് ആശീർവാദം, ഒരു അച്ഛനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ ഉള്ളത്. ദിസ് ഈസ് ദ ബ്ലെസ്സിംഗ് ഓഫ് ദി ചർച്ച്. പൂർണ്ണമായിട്ടും സഭയുടെ ആശീർവാദമാണ്. ഈ ആശീർവാദ സമയത്ത് കരങ്ങൾ കൂട്ടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിലെ യാക്കോബ് മാതാവിയെ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്ന് വിടുകയില്ലെന്ന് പറഞ്ഞതിലൂടെ കരങ്ങൾ കൂടി എന്റെ പ്രിയപ്പെട്ട മകളെ ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഈശോയെ, ഈ ദേവാലയ
എൻ്റെ ഈശോയെ കൊണ്ട് കളയാതെ നിന്റെ മക്കളിലേക്ക് തിരികെ വരാനായിട്ട് എൻ്റെ കർത്താവെ എന്നെ തുടരണമേ സ്നേഹത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. Amen.